നീ പറഞ്ഞ ഓക്കെ ഗൈസ്. അപ്പൊ ഞങ്ങൾ ഇന്ന് മൂലൻസിൽ പോവുകയാണ്, റിലയൻസിൽ പോവുകയാണ്. അപ്പൊ നമ്മുടെ മറ്റൊരു വ്ളോഗിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കേട്ടോ, ചക്കലോട് പോകണുണ്ടോ? ഈ ചക്കലോട് പോണത് നമ്മുടെ ചാലക്കുടി തൃശ്ശൂർ ഭാഗത്തേക്കാണ് നേരത്തെ പോയിട്ടുള്ളത്. ഞാൻ ഈ ഇങ്ങനെ ചക്കലോട് ആയിട്ട് പോയിട്ടുണ്ട്. അത് ചാലക്കുടി അങ്കമാലി ഭാഗത്തേക്കായിരുന്നു കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഇപ്പൊ ഇതൊക്കെ തൊട്ടടുത്ത് കൊടുക്കണമെന്ന് എനിക്ക് തോന്നുന്നത്. നേരത്തെ നമ്മൾ ചാലക്കുടി അങ്കമാലി ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ചക്ക എടുക്കാനായിട്ട് ടീംസ് ഉണ്ട്. അപ്പൊ അവിടെ കൊണ്ടുപോയിട്ട് പോകുന്നുണ്ട്. ഒരു ചക്ക കയറി പോകണമെന്ന് നോക്കി. ഇപ്പൊ ചക്കയുടെ സീസൺ അതാരണോണ്ടാണ് ഈ മാതിരി ചക്ക കയറി പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ കേക്കിനാണ് ഗൈസ്. അപ്പൊ നമ്മുടെ ഇവിടെ തന്നെ ഇത് ഞങ്ങൾ കോതങ്ങലത്തെ ബൈപ്പാസാണ്. ഇത് ബൈപ്പാസിലേക്ക് കയറുമ്പോൾ തന്നെ ഫസ്റ്റ് ബൈപ്പാസിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മുടെ കുത്തൂർ റൂട്ടിൽ നിന്ന് ഫസ്റ്റ് ബൈപ്പാസിലേക്ക് വരുമ്പോൾ തന്നെ നമ്മുടെ ലെറ്റോട്ടയുടെ ഒരു ഇതുണ്ട്. അപ്പൊ അവിടെ ഒന്ന് കയറാമെന്ന് ഓർത്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങള്. അവിടെ വേണമെങ്കിൽ ചെറിയൊരു കേക്ക് വേണമെങ്കിൽ ഇപ്പൊ തന്നെ കയറിയേക്കാം. ആർക്ക് പിന്നെ ഇവിടെ ഇപ്പൊ കഴിച്ചു കഴിഞ്ഞാൽ മൂലൻസിൽ കയറുന്നത് നല്ലല്ലേ? പിന്നെ തർദ്ദിക്കാൻ വരില്ലല്ലോ മൂലൻസിലും പ്രകടനത്തിലും കയറുന്നത്. പൂത്തങ്കട്ടിലാ? എന്നാ പൂത്തങ്കട്ട് പോകാനാണെങ്കിൽ പൂത്തങ്കട്ട് കൂട്ടുവരാം. ഇല്ല, പൂത്തങ്കട്ടിൽ നമുക്ക് അടിപൊളിയായിട്ട് കൂട്ടുവരാൻ കുഞ്ഞ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് പൂതത്തങ്കട്ട് വരെ ഞങ്ങള് പൊടിമഴയാണ്. സത്യത്തിൽ ഇപ്പൊ സമയം 6 മണി. അപ്പൊ നമ്മള് നേരെ പൂത്തങ്കട്ട് വരെ ഒന്ന് പോയി പോകണം. അവിടെ എന്നാണ് ഇപ്പോഴത്തെ സാഹചര്യം എങ്ങനെയാണ്, എന്തോ ഒരു വെള്ളമുണ്ട് എന്നൊക്കെയാന്ന് അറിയാനായിട്ട് പോണേ. നമ്മൾ തിരിച്ചു വന്നിട്ട് പൊന്നുകുട്ടി പറയും പോലെ റിലയൻസ് പിന്നെ മൂലൻസ് അങ്ങനെ ഉള്ളിടത്തൊക്കെ കയറണം. ഞങ്ങൾ ആദ്യം ഒന്ന് പൂത്തങ്കട്ട് വരെ ഒന്ന് പോയിട്ട് ഓക്കെ. ഈ ചക്കയൊക്കെ ഇവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് പോകും. നമുക്ക് ഇവിടെ നിന്ന് റൈറ്റാണ് പൂത്തങ്കട്ട് പോകാനുള്ളത്. നമുക്ക് പൂത്തങ്കട്ട് റോഡിലേക്ക് തിരിയാണ് കേട്ടോ. പോയിട്ട് വരാടി കുഞ്ഞെ. ഇപ്പൊ നമ്മള് തിരിച്ചു വരും. നമുക്ക് കളിക്കണ്ടേ? പ്ലേ ഗ്രൗണ്ടിൽ കയറണോ? ഇന്ന് പ്ലേ ഗ്രൗണ്ടിൽ പോണ്ടേ? ഇന്ന് റിലയൻസിനും മൂലൻസിനും മാത്രം പോയത് നിനക്ക്? ആനാറ്റിയേ ഇന്ന് പ്ലേ ഗ്രൗണ്ട് വേണ്ടാത്ത? ഇന്നലെ കളിച്ചടിച്ച മടുത്തോ? മടുത്തു? അതുകൊണ്ടാണോ നമ്മള് അതാണ് പ്ലേ ഗ്രൗണ്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ റൂട്ട് നമ്മൾ നേരെ നമുക്കൊരു ഇവിടുന്ന് ഒരു 15 കിലോമീറ്ററിന് മുകളിലുണ്ട് പൂത്താങ്കട്ട് വരെ. നമ്മളിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. നല്ല പൂത്താങ്കട്ട് വരെ പോയിട്ട് വരാം. മഴ ആയതുകൊണ്ട് ഇപ്പൊ പൂത്താങ്കട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഇറങ്ങാനൊന്നും പറ്റായിരിക്കില്ല. മഴ തുടങ്ങിയത് മഴയെ മഴ പെയ്ത് ഇരിക്കണ അപ്പുറം കേരളം വെച്ചാൽ അവിടെ ഇരിക്കില്ല. നാളെ ഞായറാഴ്ച, നാളെ പഠിക്കും. അത് അവിടെ തന്നെ ആളെ കൊണ്ട് ജാമ്യമുള്ള ആളെ കൊണ്ട് നേരിട്ട് ചെന്നാൽ മതി. കാരണം ചെയ്യണ്ട, അവർ തന്നെ അവിടെ പോകണ്ട് പുതിപ്പിക്കും. നമ്മൾ ഒപ്പിട്ടുള്ളത് ചൈയുടെ പേരിലാണെങ്കിൽ അച്ഛനെ ഇവിടുന്ന് ലെഫ്റ്റ് ഗൈസ്. ഇതാണ് ലെഫ്റ്റ്. ഇവിടുന്ന് നമ്മൾ ലെഫ്റ്റ് ഇരുന്നു കേട്ടോ. നേരെ പോയാൽ നേരെ പോയി കഴിഞ്ഞാൽ നമ്മുടെ തട്ടേക്കാട് പക്ഷിസങ്കേതത്തിലേക്ക് പോകും. നേരെ പോയാൽ ഇത് ഈ റൂട്ട് നേരെ പോയിട്ട് അങ്ങനെ പൂത്താങ്കട്ടിലേക്ക് എത്താറായിരിക്കുകയാണ്. പൂത്താങ്കട്ട്
പൂത്താൻകെട്ടിന്റെ തൊട്ടടുത്തെത്തിയിരിക്കുകയാണ് കേട്ടോ. ഇപ്പൊ എത്തിയിരിക്കുന്നത് ഭൂതത്താൻകെട്ടിലാണ്. ഇതാണ് ഇവിടുന്ന് തൊട്ട് ഇഷ്ടം പോലെ നമ്മുടെ റൂംസ് കാര്യങ്ങളൊക്കെയും AC ഡീലക്സ് റൂംസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ബാറുണ്ട്, പെരിയാർ റിസോർട്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ഉണ്ട്. ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ ഇപ്പൊ അവിടെ ഉണ്ട് കേട്ടോ, സ്റ്റേ ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ കള്ള് ഷാപ്പുണ്ട്. കുഞ്ഞിനെ പ്ലേ ഗ്രൗണ്ടിൽ പോണ്ടേ, ഉറങ്ങിപ്പോയാ? ഉറങ്ങിയല്ലോ കണ്ണൂർന്നിരിക്കണം, ഉറക്കം വരുന്നുണ്ടല്ലേ? പ്ലേ ഗ്രൗണ്ടിൽ പോണാ? ഇതാ പ്ലേ ഗ്രൗണ്ട് തൊട്ടപ്പുറം, ഇവിടെ റൈറ്റ് സൈഡിലാണ് പ്ലേ ഗ്രൗണ്ട്. ഉറക്കം വരുവാ? എന്നാ നമുക്ക് ഇച്ചിരി ഇവിടെ നിർത്തിയിട്ടിട്ട് പോവാം. ഓക്കെ, ഈ പാലം കണ്ടിട്ട് പോവാം. ഇതാണ് പൂത്താൻകെട്ട് ഡാം. ഡാം നമുക്കിപ്പോ കാണാം ഗൈസ്. ഇത് നമ്മൾ പുതിയ പാലത്തിലേക്കാണ് കയറി ചെല്ലുന്നത്. ഇത് പുതിയ പാലമാണ് കേട്ടോ. ഇവിടുന്ന് പുതിയ പാലത്തിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഡാം കാണാൻ പറ്റുന്നതാണ്. ഡാം ഗൈസ്, ഇഷ്ടംപോലെ ആൾക്കാർ ഡാം തുറന്നിട്ടാണ് കാണാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഡാം അത്യാവശ്യം ഡാമിൽ വയ്ക്കാൻ വെള്ളം നിറഞ്ഞിട്ടുണ്ട്. ഇഷ്ടംപോലെ വെള്ളമുണ്ട്. ഈ തവണ നല്ല അടിപൊളി വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇഷ്ടംപോലെ ആൾക്കാർ ഡാമിൽ വന്നുണ്ടേ. ഇവിടുന്ന് നമ്മൾ നേരെ കയറി പോയി കഴിഞ്ഞാൽ ഇടമലയാർ ഡാമിലേക്ക് ചെല്ലും കേട്ടോ. ഇടമലയാർ ഡാമിൽ ചെന്ന് കഴിഞ്ഞാൽ നടന്നെങ്കിലും കയറണം, അങ്ങനെ ഒരു ഉറപ്പൊക്കെയാണ്. ഇവിടുന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ പഴയ പൂത്തങ്കട്ടിലേക്കുള്ള ഡാമിലേക്കുള്ള വഴിയാണ് കേട്ടോ. കാരണം ഇവിടെ എഴുതിയിട്ടുണ്ടോ, നടന്നു പോകണം. പഴയ പൂത്തങ്കട്ടിലെ ഡാമിലേക്കുള്ള വഴിയാണ്. കം ഇടമലയാർ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ടോ, ഉണ്ടോ? ഇടമലയാർ അത് ആണ് നമ്മുടെ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട് KCB. ഇത് നമ്മുടെ ഉണ്ടല്ലോ പൂത്താൻകെട്ടിലുള്ള ഭദ്രകാളി ക്ഷേത്രമാണ് കേട്ടോ. ഇവിടെ ഞാൻ ഒരേ ഒരു തവണ വന്നിട്ടുണ്ട്. അത് ഒരു മാരേജ് ഫംഗ്ഷനായിട്ട് വന്നതാണ്. പക്ഷെ അന്ന് കയറിയിട്ടില്ലാന്ന് എനിക്ക് തോന്നുന്നു. കാരണം മാരേജ് പുറത്ത് വെച്ച് നടത്തിയതുകൊണ്ട് തന്നെ ഒരു നട അന്ന് തുറന്നിട്ടുണ്ടായിരുന്നുള്ളൂ ആണ് എൻ്റെ ഓർമ്മ. ഞാൻ ഉറക്കമുള്ള കുറേ നാളായി, അതുകൊണ്ട് തന്നെ ഉറക്കമുള്ള. എന്നാലും ഇതൊരു ഭദ്രകാളി ക്ഷേത്രമാണ്. പൂത്താൻകെട്ടി ചെല്ലുന്നവർക്ക് കാണാൻ പറ്റും. അവിടെ ചേർന്നാനുള്ള ക്ഷേത്രമാണ്. അപ്പം നമ്മളിനി ക്ഷേത്രവും കണ്ടു. നമ്മളിനി ഇവിടെ നിന്ന് മാറുകയാണ്. ഓക്കെ, ഡാമിന് ഇപ്പറായിട്ട് പുതിയ പാലം പണിതുണ്ട്. അപ്പോൾ പുതിയ പാലത്തിൽ കയറി നമ്മൾ ഡാമിലേക്കുള്ള ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് കേട്ടോ. അതിൻ്റെ അപ്പുറമാണത്. അവിടെ ആ പഴയ ഡാമിൻ്റെ മുകളിൽ കൂടെ ആയിരുന്നു വണ്ടികളേക്കും പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ പുതിയ പാലം വന്നതിന് ശേഷം പുതിയ പാലത്തിൽ കൂടെ ആക്കി. വെള്ളം അത്യാവശ്യം ഡാമിൽ നിറച്ചുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. കുറേ ഷട്ടറുകളൊക്കെ തുറന്നിട്ടുണ്ട് കേട്ടോ, ഓപ്പൺ ആക്കിയിട്ടുണ്ട്. നല്ല രീതിയിൽ വെള്ളം പൊങ്ങിയുണ്ട്. അത് തന്നെയല്ല ചില ഷട്ടറിൻ്റെ ഒക്കെ ഇടയ്ക്കിടെ ലീക്കായി പോരണോ, ലീക്കായി പോകണ്ടെന്ന് എനിക്കുണ്ട്. അതുപോലെ വെള്ളം നിറഞ്ഞാൽ വെള്ളം സൈഡിലും വരിക. ഷട്ടർ ഹാഫ് തുറന്നിട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് മുകളിൽ കൂടെ കയറി നടന്നു വിടണതാണ് കേട്ടോ. അതുപോലെ ഒഴുകിക്കൊണ്ടിരിക്കുക. നമ്മുടെ എന്താ ഇവിടെ ഷട്ടർ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഈ സൈഡിലായിട്ട് ഷട്ടർ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ പറ്റും. പെർഫെക്റ്റാൻ മതി സൂപ്പറായിട്ട്. വെള്ളം നോക്കുമ്പോൾ തന്നെ അത്യാവശ്യം ലെവലിൽ കിടക്കണതാണ്. അത്യാവശ്യം ഡാം നിറഞ്ഞ രീതിയിൽ വെള്ളമാണ്. ഇതാണ് ഇപ്പോഴത്തെ പൂത്താൻകെട്ടിൽ മഴ ഉള്ളതുകൊണ്ട് തന്നെ അവസ്ഥ. ഡാമിൻ്റെ അടുത്താണ് നമ്മളിങ്ങനെ. നമ്മുടെ പഴയ പാലം ഉണ്ടല്ലോ, പഴയ പാലത്തിൻ്റെ ഒപ്പത്തിനൊപ്പം വെള്ളം എത്തിയിരിക്കുകയാണ്. നമ്മൾ ഈ കൂടുന്ന ഊക്കിയാണ് ഗൈസ്. അല്ലല്ല, ഞങ്ങൾ പോവാ, ചുമ്മാ വെള്ളം കാണാൻ വേണ്ടി കയറി വന്ന. നമ്മളിപ്പോൾ
പൂതത്താൻകെട്ട് ഡാമിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് ഗൈസ്. ഇവിടെ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പ്രവേശിക്കാനൊന്നും പറ്റില്ല. പ്രവേശിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നേരെ അവിടെ നോ പാർക്കിങ് കാര്യങ്ങളൊക്കെ വെച്ചേക്കും. ഇതുണ്ട്, ഇതാണ് നമ്മുടെ പഴയ ഡാം. നമ്മൾ പഴയ ഡാമിൻ്റെ വഴിക്കേടേക്ക് തിരിഞ്ഞ് നേരെ പോവുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ നമ്മളിപ്പോൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മുടെ വീഡിയോയും കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോൻ്റെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ.